സോ നമ്മളിന്ന് പറയാൻ പോകുന്നത് 9ാമത്തെ മൊഡ്യൂളായിട്ടുള്ള ഗ്രോത്ത് മൈൻഡ് സെറ്റ്, വളർച്ചാ മനോഭാവം. നമ്മളുടെ ചാനലിൻ്റെ പേര് പോലെ തന്നെയുള്ള സംഭവമാണ് ഈ 9ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരിക്കലും നമ്മളുടെ കഴിവുകൾ എപ്പോഴും സ്ഥിരമാണെന്ന് പറയാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിൽ കഴിവില്ലാതാവാം. അതായത് നമ്മുടെ ഈ പറഞ്ഞ ചിത്രം വര എന്ന് പറഞ്ഞ സംഭവം കണ്ടിന്യൂസ് ആയിട്ട് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചിത്രം വരച്ച് പോകുമ്പോൾ അത് നല്ല രീതിയിലുള്ളൊരു കാര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും അല്ലേ. അതായത് ബെറ്റർ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ വരയ്ക്കാതെ നമ്മൾ ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സ്കില്ല് കുറഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും. പെട്ടെന്ന് ചിത്രം വരക്കുന്ന നമ്മൾ ചിത്രം വരയിൽ പിന്നോട്ടാവാം. അതുപോലെ തന്നെ ഒരുപാട് നാളായിട്ട് പാട്ട് പാടാത്തൊരു വ്യക്തി പെട്ടെന്ന് പിന്നോട്ടാവാം. അതാണ് പറയുന്നത്, കഴിവുകളൊരിക്കലും സ്ഥിരമല്ല. നമ്മളെപ്പോഴും പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫെയിലിയർ ഇസ് ഈക്വൽ ടു ലേണിംഗ് എന്നുള്ളതാണ്. നമ്മളെപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകേണ്ട ഒരു കാര്യം അല്ല, എന്നാലും ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറയുകയാണ്. പരാജയവും ഒരു അവസാനമല്ല, ഒരു പാഠമാണ്. എപ്പോഴും ഫെയിലിയേഴ്സിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുക, പേടിക്കാതെ. അടുത്തതാണ് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്സ്, അതായത് സ്ഥിരമായിട്ടുള്ള വളർച്ച, തുടർച്ചയായിട്ട് വളർന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ഓരോ ദിവസവും ചെറിയ ചെറിയ മെച്ചപ്പെടുത്തലുകൾ നടത്തുക, വലിയ വലിയ മാറ്റങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അതായത് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിൽ എപ്പോഴും ഫോക്കസ് ചെയ്യുക, പുതിയ സ്കില്ലുകൾ പഠിക്കുക, ഫീഡ്ബാക്ക് സ്വീകരിച്ചുകൊണ്ട് വളരുക. അതായത് നിങ്ങളിപ്പോൾ എനിക്ക് ഫീഡ്ബാക്ക് തന്നു, ട്രെയിനിങ് മോശമാണെന്ന് പറഞ്ഞു, ട്രെയിനിങ് നല്ലതാണെന്ന് പറഞ്ഞു. ട്രെയിനിങ് മോശമാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും തളരില്ല, ഞാൻ ഒരിക്കലും വീഡിയോ ചെയ്യാതിരിക്കില്ല, നാളെ കിട്ടിയില്ല. ഞാൻ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കും, ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിക്കൊണ്ടിരിക്കും. അത് എനിക്ക് ഉപകാരമുള്ള കാര്യമാണ്. നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഞാൻ വീണ്ടും വീണ്ടും പരിശ്രമിക്കും, നല്ലത് വീണ്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇനി നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ എനിക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും, ഇപ്പോൾ ഞാൻ പോകുന്ന വഴി ഒരുപാട് തടസ്സങ്ങളുണ്ടായിരിക്കും, എന്ത് വന്നാലും ഞാൻ തള്ളില്ല, ഞാൻ പിടിച്ചു നിൽക്കും എന്നുള്ള മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിജയിക്കും. ഓക്കെ, അതായത് നിങ്ങളെ അടുത്തേക്ക് എത്ര പാറക്കല്ലുകൾ വന്ന് വീണ് കഴിഞ്ഞാലും, അല്ലെങ്കിൽ എത്ര തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാലും നിങ്ങൾ തോൽക്കാതെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിനാണ് നിങ്ങൾ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞത്. ഓക്കെ, അതായത് എപ്പോഴും കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സംഭവം എപ്പോഴും ഫോക്കസ് ചെയ്യുക, അത് ജീവിതത്തിൽ പാലിക്കുക. അതുപോലെ സെറ്റ് ബാക്സ് വന്നാലും മുന്നോട്ട് പോവുക, നിങ്ങളിൽ വിശ്വസിക്കുക, സെൽഫ് ബിലീവ് എപ്പോഴും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചാനലിൻ്റെ പേരും അങ്ങനെ ആക്കുന്നതും നിങ്ങളെ മൈൻഡ് സെറ്റിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നതും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നല്ല നല്ല മൊഡ്യൂൾസുകൾ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്, ഓൾറെഡി ബാക്കിയുണ്ട്. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ കാണുക, പ്രാക്ടീസ് ചെയ്യുക, സന്തോഷത്തോടു കൂടി ഇരിക്കുക. കീപ്പ് ഓൺ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ ട്രൈയിങ്. ഹാവ് എ നൈസ് ഡേ.